ഹലോ ഗൈസ്, വെൽക്കം ടു our യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവർക്കും മീൻസ് എല്ലാവർക്കും ഓക്കെ. അപ്പോൾ ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണെന്ന്. ബിക്കോസ് എന്താണ്, ഇന്നലെ പോർച്ചുഗൽ കപ്പടിച്ചതിന്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ടെന്നറിയാം. ബട്ട് ആസ് എ ലൈക്ക് ഫാൻ എന്നുള്ള രീതിക്ക് നിങ്ങൾ എന്നെ പേഴ്സണലി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ പേഴ്സണൽ അക്കൗണ്ടൊക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാനൊരു പോർച്ചുഗൽ അല്ലെങ്കിൽ റൊണാൾഡോ ഫാനാണ്, ബിഗ് ഫാനാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കപ്പടിച്ച് കളി കണ്ട് നൈറ്റ് ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് കളി മാത്രമല്ല കപ്പ് എടുക്കുന്നത്, അവരുടെ സെലിബ്രേഷൻ എല്ലാം കണ്ടിട്ട് 4 മണിയായി കേട്ടോ ഞങ്ങൾ ഉറങ്ങിയപ്പോൾ തന്നെ. എന്നിട്ട് ഇന്ന് ഉച്ചയ്ക്കൊരു 1 മണിയല്ലേ, 1 മണിയൊക്കെ എന്തായപ്പോൾ എണീറ്റപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി ഇന്നലെ തന്നെ ഒരു ജേഴ്സിയും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി വച്ചിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല കേട്ടാ. അപ്പോൾ ഇന്ന് ഞാൻ പറ്റുന്ന ഷോപ്പിൽ ഫുള്ളും പോയി, അത്യാവശ്യം കുറേ ഷോപ്പിൽ പോയി ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തു. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ ഇന്നലെ കപ്പടിച്ചായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കും, എല്ലാ ഷോപ്പിലും 1 അല്ലെങ്കിൽ 2 ജേഴ്സി ഉള്ളൂ. നമുക്ക് അത്യാവശ്യം ഒരു 10 ജേഴ്സി വേണം. ബിക്കോസ് നമ്മൾ ഇന്നലെ കപ്പടിച്ചത് കൊണ്ട് മാത്രമായിട്ട് കപ്പടിച്ചുകൊണ്ട് നമ്മളിന്ന് 10 ജേഴ്സി കൊടുക്കുന്നുണ്ട് കേട്ടോ. 10 ജേഴ്സി നമ്മളെ ഫോളോ ചെയ്യണ്ട മീൻസ് ഞങ്ങളൊന്ന് ഫോളോ ചെയ്യണ്ട അവര്. ഓക്കെ, ഞങ്ങളെ ഫോളോ ചെയ്യണ്ട, റൊണാൾഡോനെ ഫോളോ ചെയ്താൽ മാത്രം മതി ഗൈസ്. ഓക്കെ, റൊണാൾഡോനെ ഫോളോ ചെയ്താൽ മാത്രം മതി നിങ്ങള്. അപ്പോൾ ഞങ്ങളിപ്പോ ജസ്റ്റ് ഒന്ന് നടക്കാൻ പോകണം കേട്ടോ. ജസ്റ്റ് ഒന്ന് നടക്കാൻ പോകുന്നു. ഇൻ കേസ് ആരേലും ഞങ്ങളെ കണ്ട് സംസാരിക്കാൻ വരുന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലക്ക് കാര്യം എന്ന് പറയുമ്പോ ഒരു പോർച്ചുഗലിന്റെ ജേഴ്സി ഞങ്ങള് പോർച്ചുഗലിന്റെ CR7 ജേഴ്സി ആയിരിക്കും, റൊണാൾഡോയുടെ ഒരു ജേഴ്സി ആയിരിക്കും കേട്ടോ ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോ വേറെ ഒന്നുമില്ലല്ലോ, ഞങ്ങൾ വളരെ എന്റെ ഇതെന്താ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. എന്ത് പറയാൻ വേണ്ടി ഒന്നും പറയാനില്ല. അപ്പോ ഗൈസ് നമ്മള് സ്റ്റാർട്ട് ചെയ്യാം. ഇൻ കേസ് ആൾക്കാർ നമ്മളെ കണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ, നമ്മളെ കണ്ട് ചിരിച്ച് ഇങ്ങോട്ട് വരുന്ന ആ വ്യക്തി എന്താണെങ്കിൽ നമുക്ക് അവരോട് സംസാരിച്ച്, ഇൻ കേസ് അവര് റൊണാൾഡോനെ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇൻ കേസ് അവര് റൊണാൾഡോനെ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മള് കൊടുക്കൂല കേട്ടാ. കാര്യം എന്ന് പറയുമ്പോ അങ്ങനെയല്ലേ അതിന്റെ ഒരു റൂള് വെച്ചല്ലേ പോകുന്നത്. അപ്പോ ഇൻ കേസ് അവര് റൊണാൾഡോനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് കിട്ടാൻ പോകുന്നത് റൊണാൾഡോയുടെ ജേഴ്സി എന്ന് പറയാം. അപ്പോ നമുക്ക് നടക്കാം കേട്ടാ, ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്ത് നോക്കാം. ഇൻ കേസ് ആരേലും നമ്മളെ കണ്ട് എന്താ പറയുക, ഹായ് എന്തേലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഷൈ ആണ് കേട്ടാ. അങ്ങോട്ട് പോയിട്ട് ഹായ് ഞങ്ങളെ ഫോളോ ചെയ്യുന്നത് എനിക്ക് അങ്ങനെയൊക്കെ ചോദിക്കാൻ ഭയങ്കര നിങ്ങൾക്ക് അറിയാലോ. ഞാൻ അങ്ങനെ അറിയാത്ത ആൾക്കാരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്ന ഒരാളല്ല. നമ്മളിപ്പോ ഞാനിക്കൊരു എന്താ പറയുക, എന്റെ ഫ്രണ്ട്സ് ആയാൽ പോലും ഞാനായിട്ട് സംസാരിച്ച് കുറെ നാൾക്ക് ശേഷമായിരിക്കും അവള് നല്ലപോലെ മിണ്ടുന്ന പോലും. അപ്പൊ അതിന്റെ ഒരു കുഴപ്പമുണ്ട്. എനിക്കാണെ എന്ത് പറയാൻ വേണ്ടി എനിക്ക് എങ്ങനെ പോയി ചോദിക്കുക എന്നുള്ള ഒരു ഇതാണ്. പക്ഷെ സ്റ്റിൽ നമ്മള് പോകുന്നു. ഇൻ കേസ് നമ്മളെ കണ്ട് ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്നു, കാര്യം സംസാരിക്കുന്നു, സെറ്റാക്കുന്നു. ഓക്കെ അല്ലേ? പോവാ. അപ്പൊ ഗൈസ് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. പേരെന്താ? അഖില. എവിടെ സ്ഥലം? എവിടാ? പയ്യന്നൂര്. ഓക്കെ. നീ ഇന്നലത്തെ കളി ഉണ്ടായിരുന്ന? ആരുടെ ഫാനാ? റൊണാൾഡോ. സത്യമായിട്ട് സീരിയസ് പറ, സത്യമായിട്ടും ഇന്നലത്തെ കളി ഉണ്ടായിരുന്ന? എങ്ങനെ ഉണ്ടായിരുന്നു? നീ റൊണാൾഡോനെ ഫോളോ ചെയ്തിട്ടുണ്ടാ? ഉണ്ടാ? കാണിച്ച നോക്കാം. ഹോട്ട്സ്പോട്ട് ഡാപ്പറിലോ ഹോട്ട്സ്പോട്ട് ഓണാക്കിയ ചെറുക്കൻ്റെ നെറ്റില്ല. ഇതാ ഓണാക്കിയിട്ടുണ്ട്. നീ ഞങ്ങളുടെ ഫസ്റ്റ് ആളാണ് കേട്ടാ. ഞങ്ങള് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പോഴത്തേക്ക് നീ വന്നു. ഞാൻ നിങ്ങൾ ഭയങ്കര ഫാനാണ്. ഞാൻ വീഡിയോസ് ഒക്കെ ഫാനൊന്നും ആവണ്ട, ഞാൻ വീഡിയോസ് എപ്പോഴും കണ്ട് സപ്പോർട്ട് ചെയ്താൽ മതി. നമ്മളെ ഫോളോയും കാര്യങ്ങളൊന്നും ചെയ്യണ്ട, റൊണാൾഡോനെ ഫോളോ ചെയ്താൽ മാത്രം മതി കേട്ടോ. അതാണ് നമ്മുടെ സന്ദേശം. ഓക്കെ, ക്രിസ്ത്യാനോ മോനെ ഇതാ ചെറുക്കം ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടാ. ഓക്കെ, ഇതാ ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ജേഴ്സിയാണ് കേട്ടാ. ഫസ്റ്റ് ജേഴ്സി നമ്മൾ ഈ പരിപാടി തുടങ്ങി ഫസ്റ്റ് ജേഴ്സിയാണ് കേട്ടാ. ഓക്കെ, ഇതാ റൊണാൾഡോ. അടുത്ത പ്രാവശ്യം റൊണാൾഡോ കപ്പടിക്കോ?
ഇതില്ല വേൾഡ് കപ്പില് ഞാൻ ഉറപ്പാണ് ഉറപ്പല്ലേ? ശരി എന്നാ, ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. കണ്ടതിൽ സന്തോഷം. ഓക്കെ, ശരി എന്നാ, പൊളിക്ക്. സോ ഗൈസ് നമ്മൾ ഇപ്പോ സ്ഥലം എടപ്പള്ളി പോ. മാറാൻ പോണ്. ഓക്കെ, ഇവിടുന്ന് അത്യാവശ്യം തിരക്കുള്ള സ്ഥലത്ത് എങ്ങാനും പോവാൻ കേട്ടാ. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ, വേറെ ഒന്നുമില്ല. ഇഫ് ഇൻ കേസ് നിങ്ങൾ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ഞങ്ങളല്ല സോറി റൊണാൾഡോനെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പൊളിക്കുക ഞങ്ങള്. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ. എല്ലാവരും റൊണാൾഡോനെ ഫോളോ ചെയ്യണം, എല്ലാവരും റൊണാൾഡോ ഫാൻ ആയിരിക്കണം എന്നൊന്നുമില്ല. എല്ലാവർക്കും ഓരോരോ ഇഷ്ടങ്ങളായിരിക്കും. വെയിലുണ്ട്, Okay. വെയില്. നല്ല വെയിലുണ്ട് കേട്ടാ. കുറച്ചാൾ വരെ ഭയങ്കര മഴയായിരുന്നു, ഇപ്പൊ ഭയങ്കര വെയിലായി. ഓക്കെ, അപ്പോ ഇനിയിപ്പോ ഇതാണ് നമ്മുടെ മയിൽ വാഹനം. ഓക്കെ, ഇതെന്താണ്? മയില് വാങ്ങണം. മയിൽ വാഹനം. ഓക്കെ, ഇത് എടുത്ത് ഇനി പോയിട്ട് സെറ്റാക്കാം, വീഡിയോ സെറ്റാക്കാം. ഓക്കെ, ടാറ്റ ബൈ ബൈ. അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ വണ്ടി പോകുമ്പോൾ ഹെൽമെറ്റ് വെക്കുന്നില്ല എന്ന്. എൻ്റെ ഹെൽമെറ്റ്, നാനിൻ്റെ മൊട്ട ഹെൽമെറ്റ്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് പോവാം. ഓക്കെ, ഇവിടെ നിന്ന് പോയിട്ട് ഇനിയിപ്പോൾ വീഡിയോസ് എടുക്കാം. ഓക്കെ, ടാറ്റ ബൈ ബൈ. So guys, നമ്മൾ പോകുന്നു. അപ്പോ ഗൈസ്, നമ്മളിപ്പോ ലുലു മോളിൽ പോകുന്നു. സോ മോളിൽ പോയിട്ട് കാണാം. ഓക്കെ, ലുലുമാളിൽ പോവാൻ കേട്ടാ. ലുലുമാളിന്റെ അവിടെ ആകുമ്പോൾ അത്യാവശ്യം ക്രൗഡ് കാണുമല്ലോ, അപ്പൊ അതുകൊണ്ടാണ് അവിടെ പോകുന്നത്. വേറെ ഒരു റീസൺ ഒന്നും അല്ല കേട്ടാ. ഓക്കെ, ഓക്കെ, ടാറ്റ. എന്റെ മുട്ട തലയൻ ഹെൽമെറ്റ്. എന്റെ മുട്ട ഹെൽമെറ്റ്. ഐ ഡോണ്ട് ലൈക്ക് ദിസ് ഹെൽമെറ്റ്. ഇപ്പൊ നമ്മളുണ്ടല്ല, ഓക്കെ നോറി, നമ്മളുണ്ടല്ല ഇന്നലെ റൊണാൾഡോ കപ്പടിച്ച കാര്യം അറിഞ്ഞില്ലേ? അപ്പോ റൊണാൾഡോയുടെ ഫാനാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുന്നൊന്നുമില്ല. റൊണാൾഡോനെ ഫാനാണ് നിങ്ങൾ, ക്രിസ്ത്യാനോ റൊണാൾഡോനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളൊരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും. നോക്കാവോ? ആരെങ്കിലും ഒരാൾ വായിക്കാം. ആർട്സ് ആണ് അടിപൊളി, ആർട്സ് അടിപൊളിയാണ് കേട്ടോ. നോക്കുന്നുണ്ട് കേട്ടാ. കിട്ടി ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ ക്രിസ്ത്യാനോ റൊണാൾഡോനെ. ഓക്കെ, പൊളി കൊടുത്തോ. So this is a gift from us. Thank you. You're welcome. അടിപൊളി. അപ്പൊ ബ്രോ പ്രാർത്ഥിക്കുക അടുത്ത വേൾഡ് കപ്പ് നമ്മൾ തന്നെ എടുക്കണമെന്ന്. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? നിങ്ങളെ കണ്ടതിൽ ഭയങ്കര സന്തോഷം ഞങ്ങക്ക്. ഓക്കെ അല്ലേ? Okay. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ രണ്ടാമത്തെ ആളാണ് കേട്ടാ ജേഴ്സി കിട്ടുന്നത്. ഞങ്ങൾ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ വണ്ടിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോ ഒരാൾ കൊണ്ടുപോയി. അയ്യോ, ഓക്കെ അപ്പൊ രണ്ടാമത്തെ ആള് നിങ്ങളാണ്. ഓക്കെ, ഹാപ്പി അല്ലേ? ശരി, ഓക്കെ. Okay, bye bye. See you. So അങ്ങനെ നമുക്ക് രണ്ടാമത്തും പോയി കേട്ടോ. നമ്മളിപ്പോ വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ. വീഡിയോ മീൻസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ തന്നെ 2 എണ്ണം പോയി കേട്ടാ. മീൻസ് ആൾക്കാര് നമ്മളെ മീൻസ് ആ ചേട്ടന്മാരായിരുന്നാലും ശരി, അവര് നമ്മളെ കണ്ട് താറ്റ വന്നു കേട്ടോ. അപ്പൊ നമ്മൾ അതില് ഭയങ്കര സന്തോഷം. അപ്പൊ നമ്മളിങ്ങനെ വിളിച്ചു, ചേട്ടാ ഇങ്ങോട്ട് വരുമോ, അങ്ങനെ വിളിച്ച് താറ്റ അവരാ പോകുന്നത് കേട്ടാ. അപ്പൊ അവരിങ്ങോട്ട് വന്ന് സംസാരിച്ചു. അവര് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, റൊണാൾഡോനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ആളിന് രണ്ടാമത്തെ അങ്ങനെ പോയി. ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ തന്നെ സോ നിങ്ങളും നമുക്ക് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാല് വരിക, സംസാരിക്കുക. ഒന്നും കാണിക്കരുത്, മടിയൊന്നും കാണിക്കരുത്. ഓക്കെ, സോ വരുക, നമ്മളുടെ കൂടെ സംസാരിക്കുക. അതെ. അപ്പൊ ഇനിയിപ്പൊ അവിടെ പോയിട്ട് കാണാം കേട്ടോ എന്താ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും പെട്ടെന്ന് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ അല്ലേ? ടാറ്റാ. അങ്ങനെ അടുത്ത വണ്ടിയിൽ ആളെ കിട്ടി കേട്ടോ. ഞാൻ കാണിച്ചു തരാം. എടാ നമ്മുടെ മൂന്നാമത്തെ ആള് കേട്ടാ. മൂന്നാമത്തെ ആള് ഇതാ ഇവിടെ നിൽപ്പുണ്ട്. മൂന്നാമത്തെ ടീംസ് ഇവിടെ ഉണ്ട്. അപ്പൊ നീ ഏതാ ഫുട്ബോളിൽ ഏതാ ഫാന്? ബാർസലോണ. നീ ഏതാ? ബാർസലോണ. ഓക്കെ, നീ റൊണാൾഡോനെ ഫോളോ ചെയ്യുന്നുണ്ടാ? ഇല്ല. നീയും ഇല്ല? ഫോളോ ചെയ്യുന്നുണ്ടാ? നീ കാണിച്ചറാ അക്കരെ. എല്ലാരും എനിക്ക് ഇഷ്ടമാണ്, ബട്ട് സ്റ്റിൽ ഇന്നലെ കപ്പടിച്ചില്ല നമ്മുടെ റൊണാൾഡോ. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടാ. ഓക്കെ, ചെറുക്കൻ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറുക്കൻ ഒരു ഗിഫ്റ്റ് മസ്റ്റ്. നോക്കിയാ
അടുത്തത് കേട്ടാ, അവൻ ഫോളോ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോ കൊടുക്കല്ലേ നമുക്ക്, കൊടുത്തു ഞാൻ. ഹാപ്പി അല്ലേ? എടാ ഇന്നലെ കപ്പടിച്ചില്ലടാ, നമ്മള് ഫാനായിട്ട് ഇരുന്നിട്ട് നമ്മൾ ഇതൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ആര് ചെയ്യാൻ വേണ്ടിട്ടല്ലേ? ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ നീ? ഹാപ്പി ആയാൽ മാത്രം മതി. ഓക്കെ, ഇനി പ്രാർത്ഥിക്കുക അടുത്ത വേൾഡ് കപ്പ് നമുക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്. അത് മതി നമുക്ക്. ഓക്കെ അല്ലേ? ശരി, ഓക്കെ, ബൈ, പോയിട്ട് വരാം, ടാറ്റാ. ശരി. അപ്പൊ ഗൈസ് നമ്മുടെ 3ാമത്തെ ജേഴ്സി ഫിനിഷ് ആയി കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മളിവിടുന്ന് അവിടെ എത്തുമ്പോൾ തന്നെ ജേഴ്സി ഫിനിഷ് ആവുന്നത് കേട്ടാ. ഓക്കെ, ചെറുക്കനിൽ ഒരാള് ബാക്കി ഇരുന്ന് ബ്രോ ഇല്ലേ, അവന് നമ്മുടെ റൊണാൾഡോനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ജേഴ്സി കൊടുത്ത് ഹാപ്പി ആയി കേട്ടാ. അപ്പോ അവൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, മീൻസ് അവൻ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ചോദിച്ച എല്ലാവരും നമ്മള് കൊടുത്ത എല്ലാവരും ചോദിക്കുകയാണ് എന്ത് പറ്റിയെന്ന്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ഇതുപോലെ സിറ്റി ഒന്നും അല്ല. നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മുടെ ഒരു ഏരിയ ബേസിൽ അവർ റൊണാൾഡോ കപ്പൊക്കെ അടിച്ച് അവിടെ എന്തായാലും വച്ച് കാണും കേട്ടോ, നാട്ടിലൊക്കെ വച്ച് കാണും. കപ്പ് വെക്കുക, റൊണാൾഡോയുടെ പാട്ടൊക്കെ ഇട്ട് ആസ്വദിക്കുക, മീൻസ് പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുക, അങ്ങനെയൊക്കെയാണ് അവിടെ. പക്ഷെ പെട്ടെന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഒന്നുമില്ല അല്ലേ? ഇവിടെ ഒന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല ഗൈസ്, ഒന്നുമില്ല. അതാണ് വേറൊരു സങ്കടം കേട്ടാ. വേറെ ഒന്നുമില്ല, മീൻസ് നത്തിങ് ഈസ് ദെയർ. ഓക്കെ, എല്ലാരും അവരെ കാര്യം ആലോചിച്ച് ബിസിയിലാണ് കേട്ടോ. അതാണ് വേറെ ഒരു കാര്യം, അത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ നമ്മുടെ നാട്ടുമ്പുറമല്ല, പിന്നെ ഞങ്ങളുടെ അവിടെ ഏരിയയിലൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും അതിനതിനായിട്ട് ടൈമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഫ്രീ ഒക്കെയാണ്. അപ്പോൾ ഇതുപോലെ കപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയാൻ വേണ്ടിയിട്ട് വലിയ ഫ്ലെക്സ് അടിക്കുക, ഈവനിങ് ആകുമ്പോൾ ബോക്സ് വെച്ച് ഡാൻസ് കളിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഗൈസ് ടോക്ക് മതി കുറെ ഇപ്പൊ ടോക്ക് ചെയ്തിട്ട്. ഓക്കെ, ഇനി പോണം. ഇവിടെ റോട്ടിന്റെ എവിടെയാണ് കേട്ടോ നിക്കണത്. എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് അവിടെ എത്തുമ്പോ തന്നെ ജയിച്ചുള്ളൂ തീരുന്നതിന്. ഒരു 2 റൗണ്ട് അടിച്ചാലോ നമുക്ക്? ഞങ്ങൾ ഈ കട്ട് വെച്ചിരിക്കുന്നോണ്ടാണ് ആൾക്കാരിങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പൊ ഞാന് ഹായ് കാണിക്കുമ്പോഴത്തേക്ക് അവര് താറ്റ കാണിക്കും. അപ്പൊ ഞാൻ വിളിച്ചിട്ട് സാധനം കൊടുക്കും. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ വണ്ടിയിൽ 2 റൗണ്ട് അടിച്ചാൽ തന്നെ ഇതെല്ലാം തീരും തോന്നുന്നു ഇല്ലേ? ഓക്കെ, അപ്പൊ അവിടെ പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ലുലു മാളിൽ എത്തി കേട്ടാ. ഇനി നമ്മള് വണ്ടി പാർക്ക് ചെയ്യാൻ നമ്മൾ പോകുന്നു. നേരെ പാർക്ക് ചെയ്യാ. ഇനി പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇറങ്ങി ഇനി ഫുള്ള് ഇവിടെ തന്നെ കൊടുക്കാം കേട്ടാ. നമ്മുടെ ഫോളോവേഴ്സ് ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തിട്ട് നേരെ മോളിന്റെ ഉള്ളില് പോകും. എവിടെ? ഉള്ളില് പോകും. ഉള്ളി പോകുന്ന വഴിക്ക് ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിലും സന്തോഷം. മനസ്സിലായ? ഉള്ളി പോണ വഴിക്ക് ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വെരി ഹാപ്പി ടു സീ. ഇനി ഉള്ളത് ബാലൻസ് 7 ജേഴ്സിയാണ് കേട്ടോ. 7 ജേഴ്സി ഐ തിങ്ക് ഇതാ ഞാനീ വരുന്നു. 7 ജേഴ്സി ഐ തിങ്ക് പോകണമല്ലോ അല്ലേ? 7 ജേഴ്സി ഇവിടെ എല്ലാരും എടുക്കുവോ? 7 ജേഴ്സി ഇവിടെ നമ്മൾ കൊടുക്കുവോ? 7 ജേഴ്സി ഇവിടെ നമ്മൾ കൊടുക്കുവോ? ഷുവർ, 100%. ഓക്കെ, ഇനി നോക്കാം, നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് മെമ്പർ 4ാമത്തെ ആളിനെ കിട്ടിയേട്ടാ. അപ്പൊ ഞാനേ നിങ്ങൾ ഇന്നലത്തെ കളി കണ്ടിരുന്നടാ? എങ്ങനെയുണ്ട്? സെറ്റ് ആയിരുന്നില്ലേ? ഇഫ് ഇൻ കേസ് നിങ്ങൾ റൊണാൾഡോനെ ഫോളോ ചെയ്യുന്നുണ്ടോ നിങ്ങള്? ഒന്ന് കാണിച്ചാ നോക്കാം കേട്ടാ. അടുത്ത 4th മെമ്പറാണ്. നമ്മളിപ്പൊ കേറി വന്നിട്ടേ ഉള്ളു, വേറെ ഒരിടത്തും പോയില്ല. നേരെ ഫുഡ് കോർട്ടിൽ പോവാന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടാ. ലോഡിങ് അടിപൊളി കേട്ടാ. ഓക്കെ, ചെറുക്കം ഫോളോ ചെയ്യുന്നുണ്ടേ. ഇവന്റെ ഫോണാണ് കേട്ടാ. നമുക്ക് ഇവന്റെയും കൂടി നോക്കാവേ. ഓക്കെ, ക്രിസ്ത്യാനോ ഫാനാണോ? നമ്മളെ കിട്ടിയിരിക്കുന്ന 2 പേര് അടിപൊളിയാണ് കേട്ടാ. യു ആർ ഓൾസോ നോ പാർട്ട്നേഴ്സ്. അപ്പൊ നമ്മള് 4 പേര് പാർട്ട്നേഴ്സ് ആയി കേട്ടാ. നീ ഇത് കാണിക്ക്. ഇത് വരുന്നില്ല. ഇത്
What's that? ഇച്ചാക്ക് എന്നെ ഇഷ്ടമില്ല ഇച്ച നോക്കാട്ടാ ഇവന്റെ വരുന്നില്ല. 1 മിനിറ്റ് വെയിറ്റ് ആക്ക. ഞാൻ ഒന്ന് ഹോട്ട്സ്പോട്ട് കൊടുത്തിട്ട് ഇപ്പൊ വരാട്ടാ. കറങ്ങാ അപ്പോ അവർ രണ്ടുപേരും ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടാ. ഇതാ ഇത് നമ്മുടെ രണ്ടാമത്തെ ആളിന്റെ ആണ് കേട്ടോ. ഇതിപ്പോ നെറ്റ് ഇല്ല. ഇതാ കറക്കി കാണിച്ചു തരാം. കിട്ടിയില്ലേ? ഓക്കെ. അപ്പോ അടുത്ത നമ്മുടെ വേൾഡ് കപ്പിൽ ആര് ജയിക്കും? പ്രതീക്ഷ പോർച്ചുഗൽ ജയിക്കുന്നുള്ള ഒരു പ്രാർത്ഥനയില്ലേ? കാണൂലേ? അത് മതി. ഓക്കെ. അപ്പോ കൊടുക്കുന്നേ This is our gift. അതിന് കൊടുത്തോ? ഓക്കെ. ഹാപ്പി ആയില്ലേ? നമ്മൾ എടാ സംഭവം എന്ന് പറയുമ്പോ ഇന്നലെ പോർച്ചുഗൽ കപ്പടിച്ചല്ലേ. അപ്പോ ഞാനൊരു പോർച്ചുഗൽ ഫാനാണ്. ഓക്കെ. ഞാനൊരു പോർച്ചുഗൽ വലിയ ഫാനാണ്. എന്റെ പേഴ്സണൽ അക്കൗണ്ട് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഭയങ്കര വലിയ ഫാനാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇന്നലെ എപ്പോഴാണ് നിങ്ങളൊക്കെ ഉറങ്ങിയത്? കളി കണ്ട ചെറുക്കനെ കളി കണ്ട് നീ കണ്ടോ? എത്ര മണിക്ക് ഉറങ്ങി? ഞാൻ 3 മണി 4 മണിയായി. കണ്ട. അപ്പൊ ഓക്കെയാണ് കേട്ടാ. കാരണം 3:30 ആയപ്പോഴേ തന്നെ കളി കഴിഞ്ഞ്. അപ്പൊ ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയില്ലേ? ഓക്കെ. ശരി. അതാ പൊളിക്ക് പോയി ഫുഡ് കഴിക്ക്. ഓക്കെ അല്ലേ? ശരി എന്നാ ടാറ്റ. അങ്ങനെ നമ്മുടെ 4ാമത്തെയും 5ാമത്തെ ജേഴ്സി ഇവര് കൊണ്ടുപോയി കേട്ടാ. ഓക്കെ. അപ്പൊ ടാറ്റ പറ എല്ലാവർക്കും. Okay, bye. See you. ഓക്കെ. ബൈ. പോയിട്ടോ. ശരി എന്നാ ടാറ്റ. അപ്പൊ ഗൈസ് the 4th and 5th കഴിഞ്ഞ് and 5th കഴിഞ്ഞു. ഇപ്പൊ നമ്മളെ കണ്ടില്ലേ ചെറുക്കന്മാര്? ഓക്കെ. ദാറ്റ്സ് ടീം. എടാ നിങ്ങളൊക്കെ ഓക്കെ പറയൂ. ഓക്കെ. അപ്പോ നിങ്ങളൊക്കെ ഇന്നലത്തെ കളി ഉണ്ടായിരുന്നു. നമ്മുടെ അടുത്ത ടീംസ് ആണ് കേട്ടാ. ഇന്നലത്തെ കളി ഉണ്ടായിരുന്നു നിങ്ങളെല്ലാരും. നീ കണ്ടാ? എല്ലാരും കണ്ടാ? എപ്പോഴാ ഉറങ്ങിയത് നിങ്ങള്? 4 മണി. സെയിം പിച്ച്. ഫുട്ബോളിൽ ആരുടെ ഫാനാണ്? റൊണാൾഡോ ഒക്കെ കൈവക്കിയ റൊണാൾഡോ. മെസ്സി? നിങ്ങൾ 3 പേരും. ഇവര് മെസ്സി റൊണാൾഡോ കേട്ടാ. നിങ്ങളില് ഒരാൾക്കൊരു ചാൻസ്. എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല ഗൈസ്. ഓക്കെ. എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. നിങ്ങളിൽ ഒരാൾക്കൊരു ചാൻസ്. ഇൻ കേസ് നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യണ്ട. ഇൻ കേസ് നിങ്ങൾ റൊണാൾഡോനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇൻസ്റ്റയില് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാം. റൊണാൾഡോ ഇവൻ മെസ്സി ഫാൻ എന്ന് പറഞ്ഞവരാണ് കേട്ടാ. ഒരാള് കൈവക്ക്. ഓക്കെ. അത് ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടാ. ഓക്കെ. ഇവൻ നമ്മുടെ റൊണാൾഡോനെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇതാ ഓക്കെടാ. ഹാപ്പി ആയില്ലേ? അടുത്ത വേൾഡ് കപ്പ് ആരടിക്കും? അത് കേട്ടാ മതി. അത് സന്തോഷം. ശരി എന്നാ എല്ലാരും പൊളിക്ക്. ടാറ്റ. ഓക്കെ. അപ്പൊ ഗൈസ് നമ്മുടെ 6ാമോ 7ാമത്തെ പീസാണ് അതിനി. 6th പീസ് അല്ലേ? 6ാമത്തെ പീസും പോയി കേട്ടാ. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് എന്താ പറയാൻ വേണ്ടിട്ട് ഇവിടത്തെ ആൾക്കാർ വന്നിട്ട് വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ അപ്പോഴത്തേക്കും സാഡായി. ഓക്കെ. അപ്പോ ഇനിയിപ്പോ ഒരു 3 ജേഴ്സി ഉള്ളു. ലാസ്റ്റത്തെ 3 ഭാഗ്യവാന്മാർ ആരൊക്കെയാണ്? അപ്പോ ലാസ്റ്റത്തെ 3 ഭാഗ്യവാന്മാർ ആരൊക്കെയാണ്? ആരാണ്? ഓക്കെ. അപ്പോ 6ാമത്തെ ആളിനെ ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. സോറി ഗൈസ്. കാര്യം എന്ന് പറയുമ്പോ അവര് വന്നിട്ടേ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, അവിടത്തെ ആള് വന്നിട്ട് പറഞ്ഞു വീഡിയോ എടുക്കണ്ട, സ്റ്റോപ്പ് ആക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞങ്ങൾ സാധനം കൊടുത്തു. ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴായിരുന്നു ആള് പറഞ്ഞത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വർക്ക് അവർ ചെയ്യുന്നു. അവരെ നമ്മൾ എന്തായാലും തടസ്സപ്പെടുത്താൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ വീഡിയോ കട്ട് ചെയ്തു. ഇനിയിപ്പോൾ 3 ജേഴ്സി കൂടി ഉണ്ട് കേട്ടോ. അതുകൂടി നോക്കാം ആർക്കാണ് കിട്ടണതെന്ന് അല്ലേ. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇവരുടെ പെർമിഷനോട് കൂടിയാണോ എടുക്കുന്നത് അതോ പെർമിഷൻ ഇല്ലാണ്ടാണോ എടുക്കുന്നതെന്ന് വിചാരിക്കും.
ഞങ്ങള് ഫസ്റ്റ് തന്നെ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് മീൻസ് ഞങ്ങൾ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അല്ലാണ്ട് അവരുടെ പെർമിഷൻ ഇല്ലാണ്ടല്ല നമ്മൾ വീഡിയോ എടുക്കുന്നത്. കാര്യങ്ങളൊക്കെ അതിന് ശേഷമാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വീഡിയോ എടുത്തോട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ആളെ നമുക്ക് സെർച്ച് ചെയ്യാം, അടുത്ത ആളെ കണ്ടുപിടിക്കാം. ഏഴാമത്തെ Next time ഞാൻ കുറച്ച് ഇങ്ങനെ ആയിട്ട് വീഡിയോസ് എടുക്കാൻ പോകാം. ഇത് ഞാൻ ഇങ്ങനെ വെക്കുമ്പോ ഇല്ല നീ ചെറുതായിട്ടിരിക്കണടി. എനിക്ക് കിട്ടണില്ല വീഡിയോ നീ വരണില്ല എന്നാ നീ വീഡിയോ എടുക്കി. ഇവള് വീഡിയോ എടുക്കുമ്പോ സംഭവം എന്തെന്നറിയോ, ഇങ്ങനെ 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 ആടിയായിരിക്കും ഷെയ്ക്ക് ചെയ്തായിരിക്കും വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഫോൺ പിടിക്കൂല. ഓക്കെ, അപ്പൊ അടുത്ത ആള് നോക്കാം കേട്ടോ. അടുത്ത ആളാതാന്ന് നോക്കാം. ഓക്കെ, ടാറ്റ ബൈ ബൈ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ എന്താ ഗേൾസിന് കൊടുക്കുന്നില്ലേ? ഞങ്ങൾ ഗേൾസിന് എടുക്കുന്നുണ്ട്. അവര് ഫുട്ബോൾ കാണാത്തവരാണ് കേട്ടോ. നമ്മളത് സംസാരിക്കുന്നവരും നമ്മൾ അവിടെ പോയി സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ അവര് ഫുട്ബോൾ ഫാൻ അല്ല. അങ്ങനെ പറയുന്നവരുണ്ട്. ചിലവര് വന്നിട്ട് പറയും മീൻസ് വീഡിയോ അവർക്ക് കംഫർട്ടബിൾ അല്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓഫ് ചെയ്യുന്നതാണ്. ഓക്കെ അല്ലേ? വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കുക. ഞങ്ങൾ ഫുൾ ജേഴ്സി മെൻസിനാണ് കൊടുക്കുന്നത്, ബോയ്സിനാണ് കൊടുക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഓക്കെ, ഇനി കിട്ടുമായിരിക്കും. ഇനി 3 ജേഴ്സി ബാലൻസ് ഉള്ളൂ. ആ 3 ബാലൻസ് ജേഴ്സി ആർക്ക് കിട്ടുമെന്ന് നോക്കാം. അങ്ങനെ ഒരു മോഗു രണ്ടുപേര് ഹാഫ് അടിച്ചിട്ട് വീണ്ടും യാത്രകൾ തുടരുന്നു. അപ്പൊ ഗൈസ് നമ്മുടെ 7 ഫിനിഷ് ആയില്ലേ? 7th 1 7th 1 അല്ലെങ്കിൽ 8th 1 ആണെന്ന് തോന്നുന്നത് കേട്ടോ. ഓക്കെ, അത് ഞാൻ ഇത് ഫിനിഷ് ആക്കിയിട്ട് പറയാം. അപ്പോ ഇന്നലത്തെ കളി കണ്ടിരുന്നടാ? എടാ ഇന്നലെ നൈറ്റ് പോർച്ചുഗലിന്റെ കളി കണ്ടില്ല? ഫൈനല് ഏടാ ആരെങ്കിലും റൊണാൾഡോ ഫാനാണ്? ആരാ? ഇത് നമ്മുടെ ആളാണ് കേട്ടോ, റൊണാൾഡോ ഫാനാണ് കേട്ടോ. അപ്പോ എടാ നീ റൊണാൾഡോനെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നുണ്ടോ? കാണിച്ചു തരാവോ? ചിലപ്പം ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഓക്കെ, ആള് റൊണാൾഡോ ഫാനാണ്. കയ്യിലെന്ത് പറ്റിയടാ? നോർമൽ നോക്കാവേ, അവൻ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കാവേ കേട്ടാ. ഓക്കെ, നമ്മള് ക്രൗഡ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ സീനാണ്. ചെറുക്കൻ ചെയ്യുന്നുണ്ട് കേട്ടാ. ഓക്കെ, അപ്പോ നമ്മുടെ ചെറുക്കൻ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടാ. എടാ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇന്നലെ പോർച്ചുഗൽ ഫൈനലിൽ കപ്പടിച്ചില്ലേ, അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ഒരു ഗിഫ്റ്റ് ആണ് കേട്ടാ. നമ്മുടെ ഒരു ഗിഫ്റ്റ് മീൻസ് ഞാനൊരു റൊണാൾഡോ ഫാനാണ്. അപ്പോ നാട്ടിലാണെങ്കിൽ നമുക്ക് കുറെ പരിപാടി ചെയ്യണം. ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മീൻസ് ഇതെങ്കിലും നമുക്ക് ചെയ്യണമല്ലോ. കൊടുത്തോ? ഹാപ്പിയാടാ? ഓക്കെ അല്ലേ? ശരി എന്നാ പൊളിക്ക്. ഓക്കെ അല്ലേ? എന്ത് പറയാൻ വേണ്ടിട്ട് പെട്ടെന്ന് പോയല്ലേ സാധനങ്ങളൊക്കെ, എല്ലാം പെട്ടെന്ന് പോയി, തീർന്നിട്ടില്ല. ഇനി 2 എണ്ണം ബാക്കിയുണ്ട് രാമ. ഓക്കെ, ഇനി 2 എണ്ണം ബാക്കിയുണ്ട് കേട്ടാ. ഞങ്ങൾ ഇവിടെ നിന്ന് മേലത്തെ ഫ്ലോറിൽ കയറിയപ്പോ തന്നെ, വെള്ളം കുടിച്ചിട്ട് കയറിയപ്പോ തന്നെ വേറെ ഒന്നും പോയി. ഇനിയിപ്പോ അടുത്തപ്പുറം പോവാ നോക്കാം. അടുത്ത ലാസ്റ്റ് 2 ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് മേടിച്ചു തരാം. ഓക്കെ അല്ലേ? അല്ലെ ആഫ്റ്റർ ഫിനിഷ് ദിസ് ഐ വിൽ ബൈ ഫോർ യു കാന. ഇനി കാണാം ഇനി അടുത്ത് ആർക്കാണ് കിട്ടാൻ പോകുന്നതെന്നുള്ള പരിപാടി. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മുടെ 8 ജേഴ്സി സിമ്പിളായിട്ട് പോയി കേട്ടാ. കേറി കൊടുത്തു എന്നുള്ള രീതിക്കൊക്കെ പോയി. പക്ഷേ ബാലൻസ് 2 ജേഴ്സിയാണ് കൊടുക്കാൻ കുറച്ച് താമസം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് അടിക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നോക്കാം നമുക്ക്. എനിക്ക് അത്യാവശ്യം നല്ല ടയേർഡായി. ഹംഗ്രി? നിനക്ക് ഞാൻ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി വാങ്ങിച്ചു തരാം. ബിരിയാണി വേണം? എന്ത് വേണം കഴിക്കാൻ? എന്ത് വേണം? എന്തേലും മതിയാ? വാങ്ങിച്ചു തരാം. ബാ അങ്ങോട്ട് പോവാം. ബാ
ഓക്കെ ഓക്കെ, ഇവന് ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മുടെ എത്രാമത്തെ പീസ് പോയി? 9 പീസ് പോയി കേട്ടാ. അപ്പോ ലാസ്റ്റ് ജേഴ്സി കൊടുത്തവന് ചെറിയൊരു ക്യാമറ ചെയ്യും. അപ്പൊ എന്താ പറയാൻ വേണ്ടിട്ട് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞ അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തില്ല. അപ്പോ ജേഴ്സി ലാസ്റ്റ് ഒരൊറ്റ പീസ് ഇരിപ്പുണ്ട് കേട്ടാ. ഈ ഒരൊറ്റ പീസ് ഞങ്ങൾ വിചാരിക്കണെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വഴി ആർക്കെങ്കിലും കൊടുക്കാം. അതിൽ കുറച്ചുകൂടി ബെറ്റർ ഐഡിയ. ലാസ്റ്റ് പീസ് പക്ഷേ എങ്ങനെ കൊടുക്കുന്നു എനിക്കൊരു ഐഡിയ ഇല്ല. ബട്ട് സ്റ്റിൽ വി വിൽ ഗീവ്. ഓക്കെ, ലാസ്റ്റ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. കേട്ടാ. എന്താ ഒരൊറ്റ റൊണാൾഡോയുടെ ജേഴ്സി ഉള്ളൂ. അത് ഇൻ കേസ് നമ്മൾ ചിലപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓൺലൈൻ വഴി കൊടുക്കും കേട്ടാ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പീസ് ഓൺലൈൻ വഴി ആർക്കെങ്കിലും കൊടുക്കാനാണ് പ്ലാന്. വേണ്ടവർ നമ്മുടെ ഇൻസ്റ്റയിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആക്കാൻ. ഇഫ് ഇൻ കേസ് ഇത് പോവുകയാണെന്നുണ്ടെങ്കിൽ വേറെ ആർക്കെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹാപ്പി ആയില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ഉറങ്ങി ടയേർഡാണ് കേട്ടാ, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. ടയേർഡായി. കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ചൊക്കെ നടന്നു കേട്ടാ. അത്യാവശ്യം കുറച്ച് നടന്ന് കുറേ പേര് വന്നു കേട്ടാ. കുറേ പേര് നമ്മുടെ അടുത്ത് വന്നിട്ട് ഒന്നാമത്തെ കാര്യം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ചിലവർക്ക് ക്യാമറ ചെയ്യായിരുന്നു, ചിലവര് ഫുട്ബോൾ പ്രേമികളല്ല, ഗേൾസ് ഫുട്ബോൾ പ്രേമികളല്ല. അങ്ങനെ കുറെ പേരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഫുട്ബോൾ പ്രേമിയല്ലേ? ഞാൻ എല്ലാ പ്രേമിയുണ്ട്. അല്ല, ഫുട്ബോളിന് ഇഷ്ടമല്ല? ആരെ ഇഷ്ടം നിനക്ക്? ഒരുപാട്. അത് കേട്ടാ മതി. So guys, നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട, because I am not talking so much in the video. അത് പറയുമ്പോൾ എല്ലാം ചതുക്കന്മാരായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ഇത് means just a little hesitation to speak. That is the reason I am not talking so much in the video. നീ പ്രതിജ്ഞ പറയുന്ന ഇംഗ്ലീഷിൽ പ്രതിജ്ഞ പറയുന്ന പോലെ ഇരിക്കുന്നവർ. ഇംഗ്ലീഷിലെ നീ പ്രതിജ്ഞ പറയുന്ന പോലെ ഇരിക്കുന്നു. ഇന്ത്യ ഈസ് മൈ കൺട്രി, കൺട്രീസ് ആർ മൈ കൺട്രി, ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നമ്മൾ ഈ വീഡിയോ നാളെ മോർണിംഗ് 11 o'clock ഉറപ്പായിട്ട് ഇടുക കേട്ടാ. ഓക്കെ, എല്ലാവരും വീഡിയോസ് ഫുള്ള് വാച്ച് ചെയ്തെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ലൈക്ക്, ഷെയർ ആൻഡ് subscribe, and also don't forget to comment. Okay, അപ്പോൾ നിങ്ങളുടെ എന്താ പറയാ വേണ്ടി നിങ്ങളുടെ കമന്റ്സ് ഒക്കെ, നിങ്ങളുടെ തോട്ടും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. എന്താ പറയാൻ വേണ്ടിട്ട് മിസ്റ്റേക്ക് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലാണ്ട് ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. ഓക്കെ, നിങ്ങളുടെ തോട്ട്സ്, നിങ്ങൾക്ക് എന്ത് വീഡിയോ കണ്ടിട്ട് നമുക്ക് ഇതിങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ബ്രോ, ഇതിങ്ങനെ മീൻസ് ക്യാമറ ഇങ്ങനെ പിടിച്ചാൽ മതിയായിരുന്നു ബ്രോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോഴായിരിക്കും നമ്മൾ അതൊക്കെ നോട്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കൊരു ചെറിയൊരു ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇഫ് ഇൻ കേസ് എനിക്ക് പ്രതീക്ഷ ഇല്ല എന്നല്ല, പക്ഷെ ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്യും അതിന് വേണ്ടിയിട്ട്. പക്ഷേ എന്താ പറയാൻ വേണ്ടിയിട്ട് അടുത്ത വേൾഡ് കപ്പ് റൊണാൾഡോ ജയിക്കുവാണെങ്കിൽ, ഇതെൻ്റെ വാക്കാണ്, സത്യം പറയാലോ ഗൈസ്, ഇതെൻ്റെ വാക്കാണ്. വാക്ക് പറയുമ്പോൾ കോട്ടു വിടാൻ പാടില്ല ബേബി. Sorry, I cannot control. വാക്ക് കോട്ടുമ്പോ കോട്ട് വിട്ട് കഴിഞ്ഞാൽ ഇത് എന്ത് ആ വാക്ക് ഭരിക്കൂലെന്നാണ്. അപ്പൊ ഗൈസ് ആ വാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗല് അടുത്ത വേൾഡ് കപ്പ് അടിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു ഫുട്ബോള്, ഒരു ജേഴ്സി, ഒരു ബൂട്ട്, ഇത് മൂന്നും വെച്ച് ഒരു 10 to 15 പേർക്ക് ഞാൻ കൊടുക്കും. 100% ഞാൻ പറയുന്നു ഗൈസ്, പോർച്ചുഗൽ അടിച്ചാൽ ഞാൻ കൊടുത്തിരിക്കും. അതിനുള്ള സപ്പോർട്ട് ഞാൻ ചെയ്യും, ഉറപ്പാണ്. അപ്പോൾ അത് മാത്രമല്ല ഗൈസ്, വേറൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നലത്തെ കളി എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ സൂപ്പർ, ബട്ട് ഞാൻ കളി ഞാൻ ഉറങ്ങി. ആള് പകുതിയായപ്പോ ഉറങ്ങിപ്പോയി. കാര്യം എന്ന് പറയുമ്പോൾ ഇന്ന് ആലോചിച്ച് നോക്കിയാണ്, 3 മണി 4 മണി ആയപ്പോഴാണ് ഞാൻ ഉറങ്ങി. 4-4:30 ആയപ്പോൾ ഞാൻ ഉറങ്ങി. ഫോൺ യൂസ് ചെയ്ത് 4 മണിയായപ്പോൾ കളി കഴിഞ്ഞു. 4:30 വരെ ഫോൺ വെറുതെ യൂസ് ചെയ്ത് ഉറങ്ങി. അപ്പോൾ ആള് പകുതി വെച്ച് ഉറങ്ങിപ്പോയി കേട്ടാ. പക്ഷെ ഇന്നലത്തെ കളി
എനിക്ക് ഉറക്കമില്ല. ഞാൻ രാവിലെ ഇവളെ എണീപ്പിച്ച് കൊണ്ടുവന്ന് ടയേർഡാണ്, ഫുഡ് കഴിച്ചില്ല പാവം കേട്ടാ. നല്ല ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഉറക്കം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ അടുത്ത പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. എല്ലാവരും അടുത്ത പുതിയ വീഡിയോയിലോട്ടൊക്കെ വരികയാണ്. That's a surprise. ചെറിയ സർപ്രൈസ്. ആ ഓക്കെ, അതിപ്പോ തന്നെ പറഞ്ഞാലോ, അല്ല, റിവീൽ ചെയ്യണ്ടല്ലേ? no revealing. Next week. പുതിയ വീഡിയോ നിങ്ങൾ കാണുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും ഗൈസ്. ഞങ്ങളുടെ ഒരു ചെറിയൊരു സർപ്രൈസ് ഞങ്ങൾ അതിലിട്ടിരിക്കും. ഓക്കെ, Yup. അപ്പോ നിങ്ങള് ട്യൂണാവ് എന്തൊരു Stay tuned. Stay tuned for our next video. for our next video. പറ, Surprise coming soon. സർപ്രൈസ് കമ്മിങ്.